السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: إذا مررتم برياض الجنة قالوا يا رسول الله وما رياض الجنة؟ قال رسول الله صلى الله عليه وسلم: حلق الذكر. ذكر الله مفتاح لباب الله مصباح لأهل الله مجراه لإبليس عدو الله. ഏറ്റവും ബഹുമാനമുള്ള ആത്മീയ നായകനായ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ പാണക്കാട് സയ്യിദ് ലിയാഖത്ത് അലി പൂക്കായ തങ്ങൾ അവർകൾ, അതുപോലെ മറ്റു സാദാത്യങ്ങൾ, അതുപോലെ ഈ മഹത്തായ സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പണ്ഡിത മഹത്തുക്കൾ, ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാർ, യുവാക്കളെ യുവതികളെ, ആശംസ അർപ്പിക്കുക എന്ന നിലക്ക് എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ എണീറ്റ് വന്നതാണ്. സംസാരിക്കാൻ എല്ലാ നിലക്കും കഴിവുള്ള ഒരുപാട് സാദാത്യങ്ങളും പണ്ഡിതന്മാരൊക്കെ ഈ സദസ്സിലുണ്ട്. വീണ്ടും ക്ഷണിച്ചപ്പോൾ കടന്നു വന്നതാണ്. പാണക്കാടിൻ്റെ ഈ പ്രദേശത്ത് എന്തുകൊണ്ടും ഇന്ന് ഇവിടെയുള്ള ആളുകൾക്കും പുറത്തുള്ള ആളുകൾക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. മർമ്മപ്രധാനമായി ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട തെർബിയത്തുൽ ഖാദിരിയ എന്ന് പറയുന്ന മഹത്തായ ഹളർ മജ്ലിസ് ദിക്റിന്റെ സദസ്സ് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നടക്കുന്നു. അതിന്റെ കീഴിലായിക്കൊണ്ട് അള്ളാന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ പാപ്പാന്റെ നേതൃത്വത്തിൽ കീഴിലായിക്കൊണ്ട് ഒരു ഹിഫ്ള് ഖുർആൻ കോളേജിന് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിക്കുന്നു. അതിവിടെ സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ അതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും പല ആളുകളുടെ സഹായ സഹകരണങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആ മുഹൂർത്ത പരിപാടി ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ സയ്യിദുൽ ഉമ്മ പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ നിർവഹിച്ചു പോയി. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ആ സ്ഥാപനം പൊന്തി ആ ഹലാലായ മുറാദ് ആസ്വലാക്കാനും ഒരുപാട് ഹാപ്പിളീനങ്ങളെ വാർത്തെടുക്കാനും ഈ മജ്ലിസ് കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായ മതപഠനോടൊപ്പം ഭൗതികവും നിരത്തിക്കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഫളീല പദ്ധതി. ഫാളില ഏത് സ്ഥാപനം വെച്ച് എപ്പോഴും പഠിക്കാൻ അതിന് സർട്ടിഫിക്കറ്റ് തരും. ഫളീല എന്നുള്ള കോഴ്സ് കരസ്ഥമാക്കണമെങ്കിൽ സ്വന്തം സ്ഥാപനമാണെന്ന നിയമമുള്ളത്. അള്ളാന്റെ മഹത്തായ അനുഗ്രഹത്തോടു കൂടെ ആ സ്ഥാപനം ഇവിടെ പൂവണിയുകയാണ്. അതിനുള്ള ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട ഹമീദ് അലി തങ്ങളും നിർവഹിക്കുകയുണ്ടായി. സ്വീകരിക്കുമാറാകട്ടെ. ആ സ്ഥാപനം പൊന്തലോടുകൂടെ ഇവിടുന്ന് തന്നെ ആ വിദ്യാർത്ഥി പഠനം നടത്തുന്ന വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി ഉന്നത കലാലയങ്ങളിലേക്കൊക്കെ പഠിപ്പിക്കാനും മറ്റും പോകാനുള്ള പ്രചോദനം നൽകി അധ്യാപികയായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനത്തെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ച് എത്രയും പെട്ടെന്ന് അതിന്റെ പണിയും വിപുലീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു മഹത്തായ അനുഗ്രഹം, നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു നടത്തപ്പെടുന്ന. കൊറോണയ്ക്ക് ശേഷമാണ് വെള്ളിയാഴ്ച അസറിന് ശേഷം തുടക്കം കുറിച്ചത്. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന ദിക്ർ
99 നാമങ്ങളിൽ യാ അല്ലാ എന്ന് മുന്നുക്കും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ബാക്കിലും ചേർത്തി റാത്തീബ് സംഘടിപ്പിച്ച് ആ അസ്മാഉൽ ഹുസ്ന റാത്തീബ് മുടങ്ങാതെ എല്ലാ വ്യാഴ്ചകളും ഇവിടെ നടന്നു വരുന്നു. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങൾ ചെലവുകളൊക്കെ കഴിച്ച് ബാക്കിയുള്ളത് സ്വരൂപിച്ചുകൊണ്ട് സുബ്ഹാന ജല്ല ജലാലു ഫളീല എന്ന് ഇന്നിപ്പോ പേരിൽ നടക്കപ്പെടുന്ന കോളേജ് ഈ മദ്രസയിൽ നടത്തപ്പെടുന്നുണ്ട്. അതിലേക്കുള്ള അധ്യാപകന്മാർക്കുള്ള കാശ്, അതിനുള്ള ശമ്പളം ഇവിടെ നിന്നാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മുമ്പ് അറിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഈ സദസ്സിന് ഹമീദ് അലി തങ്ങൾ അത് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. നമ്മളാൽ കിട്ടുന്ന പലതുള്ളി പെരുവെള്ളം എന്ന നിലക്ക് സ്വരൂപിക്കുന്ന ഈ കാശ് കൊണ്ടാണ് ഇത് നടത്തപ്പെടുന്നത്. വലിയ പുണ്യമാണ്. ഇൽമു പഠിക്കുന്ന, ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് സദക്കാത്തിലെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദക്ക എന്ന് ഒരവസരം സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ, ശാരീരികമായ സാമ്പത്തികമായ എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ വഹിക്കുന്ന മാതിരി നമ്മൾ ചെയ്തു കൊടുത്ത് ഇതൊക്കെ വൻ വിജയത്തിലാക്കി സന്തോഷിപ്പിക്കണമെന്ന് നിങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം നാലാമത്തെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അജ്മീർ ഖാജ തങ്ങളുടെ പേരിലുള്ള അജ്മീർ മൗലൂദും അവിടത്തെ മക്കാമിൽ നടക്കുന്ന ഉറൂസിന്റെ ബ്രാഞ്ച് എന്ന നിലക്ക് അതിനോട് ബന്ധപ്പെട്ട ഉറൂസുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവിടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനോട് ബന്ധപ്പെട്ട മൗലൂദും അതുപോലെ ഉപദേശങ്ങളും ദിക്റുകളും അതുപോലെ തന്നെ ദുആ സമ്മേളനവും ഒക്കെ മഗ്രിബിക്ക് ശേഷം നടക്കാൻ പോവുകയാണ്. തങ്ങൾ പാപ്പാന്റെ നേതൃത്വത്തിൽ വർഷങ്ങളോളമായി ഉറൂസ് നടന്നു വരുന്നു. വലിയ മഹനീയമായ സദസ്സ് ഒരുക്കുന്നു. അതിൽ മർമ്മപ്രധാനമായ ഒരു കാര്യം ഭക്ഷണ വിതരണമാണ്. അജ്മീർ ഖാജ തങ്ങളുടെ ആവശ്യവും അത് തന്നെയാണ്. അന്നത്തെ കാലത്ത് ഭക്ഷണമില്ലാത്ത പല ആളുകൾക്കും, അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല നാനാജാതി മതവിഭാഗക്കാർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ബഹുമാനപ്പെട്ട മഹാനവറുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു. അങ്ങനെ ഭക്ഷണം നൽകി സാധുക്കളെ പോറ്റി വളർത്തുക, ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നായിരുന്നു ബഹുമാനപ്പെട്ട മഹാനവറുടെ ദൗത്യം. അങ്ങനെയുള്ള ആ മഹാനവറുടെ അജ്മീർ ഖാജ തങ്ങളുടെ ഉറൂസ് ഇവിടെ നടക്കുന്നു. അതിന്റെ വാർഷികം കൂടിയാണ്. അതുപോലെ അസ്മാഉൽ ഹുസ്ന റാത്തീബിന്റെ ദിക്റിന്റെ വാർഷികം കൂടിയാണ്. ആ മഹനീയമായ സംഗമത്തിലാണ് നാനും നിങ്ങളൊക്കെ പങ്കെടുത്തിരിക്കുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, ആജത്തുകളൊക്കെ വീട്ടി തരുമാറാകട്ടെ. ഈ 4ഓളം പറഞ്ഞ 5ഓളം കാര്യങ്ങൾ നടത്തപ്പെടുന്നതോ ഒരു പ്രധാനപ്പെട്ട മാസത്തിൽ കൂടിയാണ്, അഥവാ റജബ് മാസം. എന്താ റജബ് മാസത്തിന്റെ പ്രത്യേകത? ഷാഫി ഇമാമിന്റെ ഉമ്മി എന്ന കിതാബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബത്തിനെ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്. എന്താ? 5ഓളം രാത്രികൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. അത് ഷാഫി ഇമാം ഉമ്മ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാ? 1ാമത്തെ രാത്രി. അത് റജബിന്റെ 1ാമത്തെ രാത്രിയാണ് എന്നാ. അത് കഴിഞ്ഞു പോയി. ഇനി പോയ വണ്ടിക്ക് കൈയാട്ടിയിട്ട് കാര്യമില്ല, ആ സമയം കഴിഞ്ഞു. 2ാമത്തെ കാര്യം പറഞ്ഞത് ഷഅബാൻ 15ന്റെ അന്നത്തെ രാത്രിയാണ്. ഇതാ വരാനുള്ളൂ, ബസ് അങ്ങകലെ നിൽക്കുകയാണ്, വരുന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാവ് വരികയാണ്. ഷഅബാൻ 15ന്റെ അന്നത്തെ രാത്രി ദുആക്ക് ഇജാബത്ത് ഉണ്ടെന്നാ. മഗ്രിബിക്ക് ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സുബൈന്റെ ബാങ്കിന്റെ മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ മനം നൊന്ത് പറഞ്ഞാൽ ഓൻ ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഹദീസിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. 2ാമത്തെ രാവ് ഷഅബാൻ 15ന്റെ അന്ന് രാത്രി. 3ാമത്തെ രാത്രി ഏതാ? 3ാമത്തെ രാത്രി ഹദീസിൽ കാണാം, എല്ലാ വെള്ളിയാഴ്ച രാത്രി ഉണ്ട്. ആരാപ്പെന്ന് വെള്ളിയാഴ്ച രാത്രിയൊക്കെ ബഹുമാനിക്കണ്? അന്ന് സ്കൂളിന്റെ ഉത്സവങ്ങളോ അമ്പലത്തിലെ താല്പര്യങ്ങളോ മറ്റു കുട്ടികളെ ക്ലബിന്റെ പരിപാടികളോ ഉണ്ടെങ്കിൽ നല്ല രാവിലെ വെക്കുള്ളൂ. തിങ്കളാഴ്ച രാവോ വെള്ളിയാഴ്ച രാവോ. ഇത് വെക്കല്ലേടാ, ഈ രാവിലെ വെക്കല്ലേ, വേറെ ഏതെങ്കിലും ദിവസത്തിൽ വെക്കേ എന്ന് പറഞ്ഞാൽ വാന്റെ നേർക്ക് ചേക്കേറി വാൻ അടിച്ചമർത്താൻ ആളുകളാണെന്ന് മുന്നിക്കുള്ളത്. അപ്പൊ മനസ്സിലാക്കണം, പ്രധാനപ്പെട്ട 2 രാവുകളാണ് തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും. ദുആക്ക് ഇജാബത്തുള്ള രാത്രികൾ എണ്ണിയപ്പോ ഒന്ന് റജബിന്റെ ആദ്യത്തെ രാത്രി, 2ാമത് പിന്നെ എണ്ണിയത് ഷഅബാൻ 15ന്റെ അന്ന് രാത്രി, അതുപോലെ എല്ലാ വെള്ളിയാഴ്ച രാത്രികളിലും. പിന്നെ ഹദീസിൽ കാണാം ചെറിയ പെരുന്നാൾ രാത്രി, വലിയ പെരുന്നാൾ രാത്രി. ഇതൊക്കെ ആരാ മാനിക്കല്, ബഹുമാനിക്കല്? ചടക്കം പൊട്ടിച്ചിട്ടും സ്വറാബാത്തി വിട്ടിട്ടും മൈലാഞ്ചി ഇട്ടിട്ട് പാട്ടിട്ടിട്ട് ചാടിക്കളിച്ച് അങ്ങനെ കളിയല്ലേ. എത്ര ആളുകൾക്ക് അന്നത്തെ രാത്രി വർക്ക് പോയിട്ട് പെരുന്നാസ്കാരത്തിന് 5 തെക്കുവീർ 7 തെക്കുവീർ ശരിക്കും ചെല്ലാനും പറയാനും പിടിയാല്ല. ഈ ക്വാലിറ്റിയിലാണ് നമ്മളെ
രാവുകളൊക്കെ കൊണ്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിന്തിക്കാനാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഈ പരിപാടികളൊക്കെ നടക്കുന്നത് റജബ് മാസത്തിലാണ്. അതിലും ഉപരി ഈ റജബ് മാസത്തിന്റെ ഒരു പ്രത്യേകത, ആ രാവ് 1 മുതൽ ഇപ്പോഴൊക്കെ നമ്മൾ തങ്ങൾ പാപ്പാന്റെ ദ്വായിലുണ്ടാവും, വരുന്ന സാദാത്യങ്ങൾ പ്രാർത്ഥിക്കുന്ന ദ്വായിലുണ്ടാവും. ഇപ്പൊ പ്രാർത്ഥിച്ച ദ്വാകളിൽ കഴിഞ്ഞു പോയി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. പഠിച്ചവനെ റജബിൽ നീ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞുകൊണ്ട, അതുപോലെ വരുന്ന ശഅബാലും അതുപോലെ കൊണ്ട റബ്ബേ ഖൈറും ബറക്കത്തും. എന്നിട്ട് പറയുന്ന പ്രാർത്ഥന എന്താ? ബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ. ഞങ്ങൾക്ക് റമളാൻ എത്തിച്ചുകൊണ്ട. ഇതെന്താ പ്രാർത്ഥിക്കണേ? അവിടെ തങ്ങിക്കുന്നോണ്ടല്ലോ, ലോകചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റജബ് പോയി, ശഅബാൻ പോയി, റമളാൻ വന്ന് ശവ്വാൽ വന്നത് വരെ വന്നുകൊണ്ടേയിരിക്കും, വരാക്കൂല. പിന്നെ എന്തിനാ ഈ പ്രാർത്ഥന? എന്തിനാ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് പറയുന്നത്? അത് പുണ്യങ്ങളെ പൂക്കാലമാണ്, മാത്രമല്ല മാസങ്ങളുടെ സയ്യിദാണ്, എത്രയോ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന അമലാണ്. ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ ഒരു സത്യവിശ്വാസി എന്ത് നന്മകൾ ചെയ്താലും അല്ല തള്ളിക്കളയാത്ത മാസമാണ്. പടച്ചവനെ, അത് എന്റെ ജീവിതത്തിൽ എത്താതെ എന്നെ മരിപ്പിക്കല്ല. അതിന്റെ പിന്നിൽ പിന്നെ ഉസ്താദന്മാരൊക്കെ കൂട്ടി കൊടുക്കലുണ്ട്. ദുആ വവഫിഖ്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഇത് ഹദീസിൽ പെട്ടതല്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. നമ്മൾ ദ്വാർക്കണം. എന്തിനാണ് ആ ദ്വാർക്കേണ്ടത് നമുക്കൊക്കെ അറിയാം. എന്നാലും ഞങ്ങൾക്ക് തൗഫീഖിനാണ്, തൗഫീഖ് നൽകണേ. തൗഫീഖ് പറഞ്ഞാൽ എന്താ? നമുക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവസഹായം എന്നർത്ഥം. അള്ളാന്റെ ഭാഗത്തിൽ നിന്നുള്ള കിട്ടുന്ന ഒരു സഹായത്തിനാണ് ദൈവസഹായം. അത് ആരും തന്നാവൂല. അതുകൊണ്ട് തന്നെ ദൈവസഹായത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നോമ്പ് നോൽക്കാനും വൽ ഖിയാമി നിന്ന് നിസ്കരിക്കാനും വതിലാവത്തിൽ ഖുർആൻ പാരായണം ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മൊയ്ൻ അലി സയ്യിദ് മൊയ്ൻ തങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ നിർത്തുകയാണ്, ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഇസ്രാ മിഅ്റാജ്, അത് ഈ വരുന്ന 27 രാത്രി ജനുവരി 27 മഗ്രിബിക്ക് ബാങ്ക് കൊടുത്തത് മുതൽ ഒരു പ്രധാനപ്പെട്ട രാത്രി വരാൻ. ഏതാ രാത്രി? റജബ് 27 അന്നത്തെ രാത്രി. എന്താണ് ആ രാത്രിയോട് പ്രത്യേകത? പിറ്റേന്ന് നോമ്പ് വൽക്കൽ സുന്നത്താണ്. ജനുവരി 28 അന്ന് നോമ്പ് വൽക്കൽ സുന്നത്താണ്. ഈ രാവിലെ പ്രത്യേകത എന്താ? നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരയുടെ വാർഷികമാണ് കൊണ്ടാണ്. ദിക്റിന്റെ വാർഷികം കൊണ്ടാടുന്നുണ്ട്, അജ്മീർ ഖ്വാജ തങ്ങളുടെ വാർഷികം കൊണ്ടാടുന്നുണ്ട്. എന്നതുപോലെ നമ്മൾ നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണ് ഈ വരുന്ന ജനുവരി 27 ദിവസം മഗ്രിബിക്ക് ബാങ്ക് കൊടുത്ത മുതൽ കടന്നു വരികയാണ്. അത് അത്ഭുത സംഭവങ്ങളുണ്ടായി. അല്ലാഹു തആല നബി തങ്ങൾക്ക് അള്ളാനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയ യാത്രയാണ്. ആ യാത്രയിൽ ഒരു സംഭവം പറയട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശം കഴിഞ്ഞിട്ട് ആ 7 ആകാശത്ത് ബൈത്തുൽ മഅമൂർ എന്ന കെട്ടിടത്തിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ചാരിയിരിക്കുന്ന രംഗം ബഹുമാനപ്പെട്ട നബി തങ്ങൾ കൊണ്ടുവന്ന. അങ്ങനെ കണ്ടപ്പോ എന്തായിന്നറിയോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തി. നബിയെ അനിത്തബീമില്ലത്തെ ഇബ്രാഹിം അനീഫ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയാണത്. അതുകൊണ്ട് നിങ്ങൾ പരിചയപ്പെടാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. സലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചിന്തിക്കാനാ പറയുന്നത്, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താനാ. ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളെ ഈ യാത്ര കഴിഞ്ഞ് നിങ്ങളെ ഉമ്മത്തിമാരിലേക്ക് മടങ്ങുമ്പോ ഇന്നത്തെ രാത്രി മറക്കണ്ട, റജബ് 27 രാത്രിയാണ്. എന്താണ്? ഈ വരുന്ന ജനുവരി 27 ദിവസം മഗ്രിബിക്ക് ബാങ്ക് കൊടുത്തു മുതൽ തുടങ്ങാൻ. ആ റജബ് 27 അന്നത്തെ രാത്രി നിങ്ങളെ ഉമ്മത്തിമാരോട് ഈ കാര്യം ചൊല്ലിപ്പെരിപ്പിക്കാൻ പറയണം. എന്താണ് ഈ കാര്യം എന്നറിയാമോ? ഇത് സ്വർഗത്തിൽ നടുന്ന വിത്താണ് നബിയേ. സ്വർഗത്തിൽ നടുന്ന വിത്ത. സ്വർഗത്തിൽ വിത്ത് നട്ടാൽ നമ്മൾ മരണാന്തര ശേഷം ചെല്ലുമ്പോ സ്വർഗത്തിൽ നിന്ന് അതിന്റെ കായ്കനികൾ നമ്മൾ ഉപയോഗിക്കാം, വിളവുകൾ എടുക്കാം, നമുക്ക് സുഖസുന്ദരമായി പല കാര്യങ്ങളും നേടിയെടുക്കാം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, യാത്ര കഴിഞ്ഞ് നിങ്ങളെ ഉമ്മത്തിമാരിലേക്ക് ചെല്ലുമ്പോ
ഈ വിത്ത് നടാ പറയണം. ഏതാണ് ആ വിത്ത് എന്നല്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ ചൊല്ലിപ്പെരിപ്പിക്കണേ എന്ന് ഇബ്രാഹിം നബി നബിനോട് ഉമ്മത്തിമാരോട് കൽപ്പിക്കുമ്പോ ഇത് നമുക്ക് ബാധകമാണ്. ആ രാവ് വരുമ്പോ മാത്രമല്ല, എപ്പോഴും ചെല്ല. ആ രാവിൽ പ്രത്യേകം കണക്കിലിട്ട് ഈ ദിക്ർ വർദ്ധിപ്പിക്കുക. അള്ളാഹു എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.